ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് നമ്മളൊരു ചലഞ്ച് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഈ കളർ കണ്ടപ്പോൾ മനസ്സിലായി കാണും. അപ്പൊ ഇന്ന് 24 അവേഴ്സും യെല്ലോ കളർ ഫുഡ് ഈറ്റിംഗ് ചലഞ്ചാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അറിയില്ല നടക്കുമോന്ന്, എങ്കിലും ട്രൈ ചെയ്യും. എല്ലാം ആയതുകൊണ്ട് തന്നെ യെല്ലോ കമ്മലും യെല്ലോ ഡ്രസ്സ് ഇത് എൻ്റെ എല്ലാം അന്നയുടെയാണ്. കുറച്ച് ചെറുതാണെങ്കിലും മഞ്ഞ പിടിക്കുമ്പോൾ മഞ്ഞ വേണമല്ലോ, അതുകൊണ്ട് മഞ്ഞ ഇട്ടങ്ങ് വന്നിരിക്കുകയാണ്. ലൈറ്റിന്റെ പ്രോബ്ലം ഉണ്ട്. ഇതിനകത്ത് എന്താ ഒരു വേറൊരു മഞ്ഞയായിട്ട് കാണുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അപ്പം ഞാൻ കമ്മലും ഡ്രസ്സൊക്കെ ഒരുവിധം മഞ്ഞയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇനി കഴിക്കുന്ന ഫുഡും മഞ്ഞയായ മതിയായിരുന്നു. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ചു. സോ വീഡിയോയിലേക്ക് കാണാം. അപ്പം രാവിലെ തന്നെ കണ്ണ് ലിപ്സ്റ്റിക്കൊക്കെ എഴുതിയത് എൻ്റെ മാതാശ്രീയുടെ ഇന്ന് വഴക്കിട്ടാതിരിക്കാൻ വേണ്ടിയാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നല്ല കൂറ കോല എന്ന് പറഞ്ഞിട്ട് എന്നെ കുറേ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ കുറച്ച് അലങ്കാരമാക്കി. എനിക്ക് സമയം ഒരുപാടാവുന്നുണ്ട്. അപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിക്കാം. ഇപ്പം ഞാൻ ചെറുതായിട്ടൊന്ന് ജിമ്മിൽ പോകാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ മുട്ട ഇപ്പം എല്ലാ ദിവസവും എൻ്റെ കൂടെ ഉണ്ട്. മുട്ട ഇല്ലാത്ത ദിവസമില്ല. എന്തായാലും അത് കഴിച്ചേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് എൻ്റെ മുട്ടയുടെ വെള്ള കഴിക്കുന്നില്ല. മഞ്ഞ ആയതുകൊണ്ട് മഞ്ഞ മാത്രമേ ഞാൻ കഴിക്കുന്നുള്ളൂ. പിന്നെ കൂടെ നൂഡിൽസ് ഉണ്ട്. അപ്പം അത് കഴിക്കാം. ലൈറ്റിൻ്റെ നല്ല പ്രോബ്ലം ഉണ്ട് ഗൈസ്. ലൈറ്റ് ഇല്ല. ഞാൻ വെറുതെ നിൽക്കുന്ന സമയത്ത് ഇവിടെ ലൈറ്റ് കാണും. ഞാൻ വീഡിയോ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ദിവസം ഇവിടെ ലൈറ്റ് കാണത്തില്ല. ഇതാണിപ്പോൾ ഇവിടെ നടക്കുന്ന അവസ്ഥ. ഇപ്പം എൻ്റെ റീസെൻ്റ്ലിയുള്ള എല്ലാ വീഡിയോസും നോക്കിയാൽ കാണാം, ലൈറ്റ് ഇല്ല. പിന്നെ ഈ വീക്ക് ഞാൻ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. എൻ്റെ മാമിൻ്റെ മോട്ടിവേഷൻ കൊണ്ടാണ് ഞാൻ പിന്നെയും വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. കാരണം എന്ന് വെച്ചാൽ നടക്കുന്നില്ല. ക്ലാസ് കഴിഞ്ഞ് വരുന്നു, അതിൻ്റെ വർക്ക് ചെയ്യുന്നു, പിന്നെ ഇപ്പോൾ ജിമ്മിലും കൂടെ പോകുന്നുണ്ട്. എന്നിട്ട് പിന്നെ വന്ന് വീഡിയോ എടുത്ത് പിന്നെ എഡിറ്റ് ചെയ്ത് നടക്കുന്നില്ലായിരുന്നു. എന്തായാലും ഈ വീക്ക് എന്തായാലും ഞാൻ വീഡിയോസ് എടുക്കുന്നതായിരിക്കും. അതൊക്കെ അപ്ലോഡ് ചെയ്യും. പറ്റുന്ന പോലെയൊക്കെ ഞാൻ ചെയ്യും. മാമിൻ്റെ മോട്ടിവേഷൻ അത്രയ്ക്കും ഇതായിട്ടുണ്ടായിരുന്നു. കാരണം മാം ഒരു യൂട്യൂബറാണ്. സോ ഞങ്ങൾക്ക് നല്ലപോലെ റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം മാം കുറേ മോട്ടിവേഷനൊക്കെ തന്നു. അതിൻ്റെ ഒരു എനർജിയിലാണ് ഇപ്പം നിൽക്കുന്നത്. അപ്പം എൻ്റെ ന്യൂഡിൽസ് ഇവിടെ വേവുന്നതേ ഉള്ളൂ. ഓൾറെഡി ഞാൻ ലേറ്റായി. ആദ്യമേ കുറച്ച് ഇതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ ചെയ്തു തന്നപ്പോഴത്തേക്കും കുറച്ച് ലേറ്റായി. ഉണ്ടോ ഗൈസ്, എൻ്റെ നൂഡിൽസ് ഇവിടെ വേവുന്നേ ഉള്ളൂ. ഇതൊക്കെ ഇനി റെഡി ഞാൻ എപ്പോൾ കഴിക്കാനെന്ന് അറിയില്ല. എന്തായാലും വിശപ്പോട് വിശപ്പായിട്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ നൂഡിൽസും മുട്ടയുടെ മഞ്ഞയും ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. മാഗിയാണ്, യെല്ലോ കളർ മാഗി. സൺഡേ ആയതുകൊണ്ട് മാഗിയൊക്കെ തന്നെ ആയിരിക്കും കഴിക്കുന്നത്. എന്നാലും എനിക്കിഷ്ടം ഇപ്പിയാണ്. പക്ഷെ ഇന്ന് യെല്ലോ കളർ ആയതുകൊണ്ട് ഞാൻ മാഗിയാണ് എടുത്തത്. തൽക്കാലം ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. വല്ലാത്ത കോമ്പിനേഷനാണെന്ന് തോന്നുന്നു. ടാങ്കും നൂഡിൽസും. അറിയത്തില്ല നാളെ ലൂസ് മോഷൻ വന്ന് കിടക്കുമെന്ന്. ഗൈസ്, നൂഡിൽസും ടാങ്കും കഴിച്ചാൽ എന്തെങ്കിലും പറ്റുമോ എന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. എനിക്കറിയില്ല. മതിയല്ലേ, എന്തോ പോലെ. എന്തായാലും ചത്തൊന്നും പോകത്തില്ലെന്നറിയാം. എന്നാലും ഇത്ര കുടിക്കുന്നുള്ളൂ, ബാക്കി അങ്ങോട്ട് പോകുന്നില്ല. അതുകൊണ്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ ഗൈസ്, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇനി ഉച്ചയ്ക്ക് നമുക്ക് ചേച്ചിയിടുന്നതായിരിക്കും ഫുഡ്. അറിയില്ല അതിൽ മഞ്ഞ ഉണ്ടാവുമെന്ന്. എന്നാലും നോക്കാം. ഇവിടെ ഇടയ്ക്ക് വരുന്ന 2 പേരുണ്ട് ഗൈസ്. അവരെ ഞാൻ കാണിച്ചു തരാം. അവരിത് ഇപ്പോഴും വന്നിട്ടുണ്ട്. എന്നെ കണ്ടത് ഒരാൾ ചാടിപ്പോയി.
ഇവിടുത്തെ ചെടിയെല്ലാം തിന്ന് നശിപ്പിക്കുമല്ലേ. സംഗീതേട്ടൻ വരുമ്പോൾ കിട്ടിക്കോളും. എനിക്കാണെങ്കിൽ ഇന്ന് ഞാൻ ഓർഡർ ചെയ്തൊരു സാധനം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം എന്താന്ന് കാണിച്ചു തരാം. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കേൾക്കായിരിക്കും. ഇവിടുത്തെ മറ്റേ കാളയാണ് എന്തൊരു സാധനത്തിനെ കൊണ്ട് വരൂലേ, മറ്റെന്തൊക്കെയോ സാധനമൊക്കെ വായിച്ചിട്ട് വീടിൻ്റെ ഫ്രണ്ടിൽ മറ്റേ പി കൂതിയിട്ട് വരുന്ന അവരുടെ സൗണ്ടാണ് കേൾക്കുന്നത്. ബാക്ക്ഗ്രൗണ്ടിൽ സ്കൈ ഒക്കെ കണ്ടോ ഗൈസ്, കൊള്ളാല്ലേ. അപ്പം ഇതാണ് ഞാൻ ഓർഡർ ചെയ്ത സാധനം. ഒരു 20 ദിവസം വെയിറ്റ് ചെയ്തിരുന്നു ഇതിന് വേണ്ടി. ടാഗൊക്കെ ഉണ്ട്. എനിക്ക് ചെറിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, വാൾപേപ്പറും ഫോൺ കേസ് സെയിം വേണമെന്ന്. അങ്ങനെ ഓർഡർ ചെയ്ത് സാധനമാണിത്. കുറേ തപ്പിയതാണ്, ലാസ്റ്റ് കിട്ടിയത് സവാനയിൽ നിന്ന് കിട്ടിയതാണ്. പക്ഷെ എനിക്ക് എന്തായാലും ഇഷ്ടമായി. എല്ലാവരും പറയുമായിരുന്നു ഫോണിലെ കേസ് കൊള്ളില്ല, മാറ്റണം. പക്ഷെ മേടിക്കാൻ പറ്റിയില്ല. ഇപ്പോഴാണ് അതിനുള്ള ചാൻസ് കിട്ടിയത്. പക്ഷെ ഇത് 20 ദിവസം ഞാൻ വെയിറ്റ് ചെയ്ത സാധനമാണ്. എങ്കിലും അറ്റ് ലാസ്റ്റ് എൻ്റെ കയ്യിൽ വന്നു. ചില നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നാൽ വരും എന്ന് പറയുന്ന പോലെ. പക്ഷെ ഇതെന്തായാലും വരേണ്ട സാധനമാണ്, അതുകൊണ്ട് വന്നു. കണ്ടോ ഗൈസ്, വീണ്ടും ലൈറ്റ് വരുന്നു, ലൈറ്റ് പോകുന്നു. ഇവന്മാരിവിടെ കിടന്ന് ഇങ്ങനെ ഓടിക്കളിക്കുക. റൂമിൽ വന്നപ്പോൾ വീണ്ടും ഡാർക്കായി ഗൈസ്. ഇതല്ല കേട്ടോ ഇതിൻ്റെ കളറ്. അയ്യേ. അപ്പോൾ ഗൈസ്, എൻ്റെ ആഗ്രഹം പോലെ തന്നെ വാൾപേപ്പർ പോലെ ഫോൺ കേസും കിട്ടിയിട്ടുണ്ട്. എന്നാലും എനിക്കിഷ്ടമായി. അയ്യോ, ഇപ്പോൾ ഒരു 12 മണി ആവുന്നു. അപ്പോഴത്തേക്കും നമ്മൾ മഞ്ഞ കളറിലെ ലേസ് കഴിക്കാൻ പോകണം ഗൈസ്. പക്ഷെ അകത്ത് വെള്ള മഞ്ഞല്ല. അടുത്ത മഴയാന്ന് തോന്നുന്നു. വീണ്ടും ലൈറ്റ് പോയി. ലേസിൽ എനിക്ക് പച്ചയാണ് ഇഷ്ടം, ഓണിയൻ്റെ. ഇത് ക്ലാസിക് സോൾട്ടഡ്, ഫ്ലേവർ ഇല്ലാത്ത ഒരു ലേസും. ഇങ്ങനത്തെ ഫ്ലേവറൊന്നും ഇല്ല ഗൈസ്, നമ്മൾ കഴിക്കാൻ രസമില്ല. പക്ഷെ വെറുതെ കഴിക്കാം. ചലഞ്ച് എടുത്ത് പോയില്ലേ. അപ്പം ഗൈസ്, ഉച്ചയ്ക്കൊരു 2:30 കഴിഞ്ഞപ്പോൾ ഒരു 3 മണിയാവുന്നു. അപ്പം ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാം. ചേച്ചിയുടെ വീട്ടിൽ നിന്ന് എന്തായാലും മഞ്ഞക്കറി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ലെങ്കിലും മഞ്ഞക്കറി കിട്ടി. കൂടെ ചിക്കൻ കറി ഉണ്ട്. പക്ഷെ ചിക്കൻ കറി കുറച്ച് റെഡ് ആയതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല. പക്ഷെ ചിക്കൻ കുറച്ച് മഞ്ഞ കളർ ആയതുകൊണ്ട് ഞാനത് എടുക്കുന്നുണ്ട്. മഞ്ഞ പച്ചക്കറികളൊരു കറിയും പിന്നെ ഒരു തോരനും. പിന്നെ ഇത് മാത്രമുള്ള ഇച്ചിരി ഇതായിട്ട് എന്തെങ്കിലും അത് ഞാൻ മഞ്ഞയായിട്ട് കൺസിഡർ ചെയ്യുന്നു. നിങ്ങൾ എന്നെ കൺസിഡർ ചെയ്യണം ഗൈസ്. അപ്പം കഴിച്ചിട്ട് കാണാവേ. അപ്പോൾ ഗൈസ്, ഞാൻ മഞ്ഞ ഫുൾ മഞ്ഞ ചോറാണ്. കഴിക്കാൻ പറ്റും. എനിക്ക് എന്ത് കറിയാന്ന് മനസ്സിലായില്ല. പരിപ്പുണ്ട്, പച്ചക്കറി ഉണ്ട്, പിന്നെ ചിക്കനും ഉണ്ട്. അപ്പോൾ കഴിച്ചിട്ട് കാണാം. സോ ഉച്ചയ്ക്ക് ചോറ് കഴിഞ്ഞപ്പോൾ നമ്മൾ ഇനി ജസ്റ്റ് ഒരു കുഞ്ഞ് കേക്ക് കഴിക്കാൻ പോവാണ് ഗൈസ്. മധുരം ഉണ്ടാവും എന്തായാലും. പണിപ്പാളി ഗൈസ്. ഇത് വൈറ്റ് കളറാണ്. എന്തായാലും കവറ് ഭംഗിയാണ്, പക്ഷെ അകത്ത് വെള്ളയാണ്. എന്ത് ചെയ്യാനാ, കഴിച്ചല്ലേ പറ്റൂ.
കേക്ക് എന്തായാലും കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. ഈവനിങ് പുറത്തു പോയിട്ട് വന്നപ്പോൾ ഞാനൊരു മാസം മേടിച്ചിട്ട് വന്നിരുന്നു. അപ്പം ഈവനിങ് അതാണ് കുടിക്കുന്നത്. ഞാൻ ജസ്റ്റ് ചെറുതായിട്ട് കമ്മലൊന്ന് മാറ്റി ഗൈസ്. പുറത്തു പോയതല്ലേ, എനിക്ക് വയ്യ കത്തിപ്പോവാൻ. അപ്പോൾ ഗൈസ് നൈറ്റ് നമുക്ക് ഉച്ചക്കത്തെ സെയിം ഫുഡാണ്. ഒരു മഞ്ഞക്കറിയും ചോറും പിന്നെ കൂടെ ചിക്കനും ഉണ്ട്. അപ്പം ചലഞ്ച് എന്തായാലും കൊള്ളാം, കഴിക്കാനൊക്കെ പറ്റും, പോസിബിൾ ആണ് എന്ന് മനസ്സിലായി ട്രൈ ചെയ്തപ്പോൾ. അപ്പം ഇനി അടുത്ത കളറ് എന്തായാലും കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഗൈസ് ചലഞ്ച് ഈ ബിസ്ക്കറ്റോടുകൂടി തീരുകയാണ്. അപ്പം ചോറൊക്കെ കഴിച്ചിരുന്നു, അപ്പോൾ പിന്നെ ഒരു ബിസ്ക്കറ്റും കൂടെ കഴിക്കാൻ തോന്നി. അപ്പോൾ നമ്മൾ മസ്ക ചസ്ക 50-50 ഇതാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ യെല്ലോ കളർ ഫുഡ് ഈറ്റിംഗ് ചലഞ്ച് ഇതും കൂടെ ആകുമ്പം സമാപിക്കുകയാണ്. അപ്പം ഇനി നെക്സ്റ്റ് ഏതാ കളർ എന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യാം. സോ ഇതോടുകൂടി നമ്മുടെ ഈ ഒരു ഫുഡ് ഈറ്റിംഗ് അല്ലല്ലേ എന്താടി, ഇതോടുകൂടി നമ്മുടെ കളർ ഈറ്റിംഗ് ചലഞ്ച് എൻഡ് ആവുകയാണ്. അപ്പം എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പം എന്തായാലും നെക്സ്റ്റ് വീഡിയോ കാണാം. ടാറ്റാ.